ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ജോസ് വ്ലോഗ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നാരങ്ങ ഈന്തപ്പഴ അച്ചാറാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് പോലും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നാരങ്ങ ഈന്തപ്പഴ അച്ചാറാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി കണ്ടിട്ട് വരാം. അപ്പം നമ്മൾ ചട്ടി ചൂടാകാൻ വെച്ചു. നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ഇട്ടു, അതേപോലെ ഇഞ്ചി ഇട്ടു. അത് നല്ലപോലെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പച്ചമുളക് ഇട്ടു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ശരിക്കൊന്ന് ബ്രൗൺ കളർ, ചെറിയൊരു ഗോൾഡ് കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള നമ്മുടെ അച്ചാറിന് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിവിടെ ഉലുവ പൊടിച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു രണ്ട് മൂന്ന് പിഞ്ച് ഉലുവപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവേ. പൊടികളുടെ പച്ചമണം മാറുമ്പോഴത്തേക്കും നമുക്ക് നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നാരങ്ങ നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത നാരങ്ങയാണ് കേട്ടോ നമ്മളിവിടെ അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ പൊടികളുമൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള ഈന്തപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ നാരങ്ങയും ഈന്തപ്പഴവും ഉപ്പും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ. നമ്മളിതിലേക്ക് ഓവറായിട്ട് ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് വേണ്ടി മാത്രമേ നമ്മൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. കാരണം കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എടുത്ത് സൂക്ഷിച്ച് കുറേ ദിവസം വെക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ടൊന്നും നമ്മൾ എടുത്തിട്ടില്ല. ഇത് നമ്മൾ കുറച്ച് ഒരു 2 ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊന്ന് എടുത്ത് അച്ചാറിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. നമുക്കിവിടെ കായക്കട്ടയായിരുന്നു, അത് നമ്മൾ ഇതിലേക്ക് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനെഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ചെറിയ സ്പൂണിന് 2 സ്പൂൺ വിനെഗറാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വിനെഗറും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ ഈന്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ ഡാൻസിൻ്റെ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും കയറി കണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.